ഇതാ കിടക്കണം. നീ എന്താ കളിക്കുക? അതെ, ഇവിടെ ഒരു പൂങ്കാവനത്തിന്റെ കുറവുണ്ട്. റോസയും പിച്ചിയും മുല്ലയും മന്ദാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പകിട്ടുണ്ടാവുള്ളൂ. ചെമ്പരത്തി വേണ്ടി. അതെന്തിനാ? കിടക്കിടക്ക് നിനക്ക് ചെവിയിൽ ചൂടി കളിക്കാൻ. വെറുതെ കടിപിടി കൂടാൻ വന്നാലുണ്ടല്ലോ മുണ്ടി ഞാൻ പൊക്കും പറഞ്ഞേക്കാം. ഇതെന്റെ രാജ്യത്തിന്റെ വീടാ. എനിക്ക് തോന്നിയത് ഞാൻ ഇവിടെ ചെയ്യും പറഞ്ഞ് തൂറി വെക്കല്ലേ. താൻ പോടോ. പണിയെടുക്കാമെന്ന പണിയെടുത്താൽ മതി. ഇല്ല മുണ്ടി ഒന്നും മിണ്ടാതിരുന്നോട്. മിണ്ടാതിരിക്കുന്ന നോ സ്മോക്കിംഗ് ഏരിയ ഒന്നല്ലല്ലോ. മൗത്ത് പബ്ലിസിറ്റി ഒരു പൗരന്റെ അവകാശമാണെന്ന് ഡൽഹിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം പറഞ്ഞിട്ടുണ്ട്. അടിച്ചിട്ടും അങ്ങനെ തീരണില്ല. ദിവാകരൻ ദുബായിലുള്ളപ്പോ തുടങ്ങിയ വീടല്ലേ ഇത്. അവസാനം മാഷ് വേണ്ടി വന്നു ഇത് തീർക്കാൻ. വലിപ്പം കൂടി പോയോന്നൊരു സംശയം. എന്തിന്റെ? വീടിന്റെ. അപ്പൊ താനൊരു കാര്യം ചെയ്യും, ഈ വീടിന്റെ പകുതി അടുത്തെടുത്തിട്ട് തന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വാ. പണി കുറഞ്ഞിട്ടല്ലോ. സൂര്യ, എന്താടാ? ദിവാകരനെ പോലീസ് പിടിച്ചോണ്ടുപോയി. എത്ര രൂപയുടെ ഇടപാടാ ഇയാൾ നിങ്ങൾ തമ്മില്? 25,000 രൂപ ആയിട്ട് 6 മാസമായി. പലിശ പോലും തരാതെ മുങ്ങി നടക്കാണ് സാർ. ഞങ്ങൾ ഇവനോട് വളരെ മാന്യമായ രീതിയിലാണ് സാർ പെരുമാറിയത്. പലിശ വേണ്ട, മുതൽ മാത്രം തന്നാ മതി എന്ന് പറഞ്ഞപ്പോ തരാൻ മനസ്സില്ല, കൈ കൊണ്ടെങ്കിൽ തല്ല് മേടിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ പിന്നെ എന്താ സാർ ചെയ്യേണ്ടത്? മതി, തനിക്ക് കാശ് ഇപ്പൊ കൊടുക്കാൻ പറ്റും? അത് വേണ്ട സാർ, ഇവനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. വേറെ ആരെങ്കിലും ഇതൊന്നും ഏൽക്കണം, അല്ലെങ്കിൽ ഞാൻ തന്നോളാം. 2 ആഴ്ചത്തെ സാവകാശം. വരുന്ന 16-ാം തീയതി നിങ്ങളുടെ മുതൽ പലിശ സഹിതം ഞാൻ തിരിച്ചു തന്നോളാം. എന്താടോ പറഞ്ഞത് കേട്ടില്ലേ? മാഷെ ഞങ്ങൾക്ക് വിശ്വാസം. ഇനി ഇതിന്റെ പേരിൽ വഴിയിൽ വെച്ച് വല്ലതും ഉണ്ടായിന്ന് കേട്ടാ നിന്നെയൊക്കെ ചെല്ല്. ബുദ്ധിമുട്ടിച്ചിൽ ക്ഷമിക്കണം. ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട്? സാറൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയായിരുന്നു. ഇദ്ദേഹത്തെ പോലൊരാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അതൊന്നും സാരമില്ല, ആവശ്യക്കാരൻ ഞാനല്ലേ. എടോ, ഈ മനുഷ്യന്റെ പേരില ഈ നാട് മുഴുവൻ അറിയപ്പെടുന്നത്. 24 മണിക്കൂറും വെള്ളമടിച്ച് ബോധമില്ലാതെ നടക്കുന്ന നിനക്ക് ഇദ്ദേഹത്തിന്റെ വില എന്താണെന്ന് അറിയില്ല. മഹാപാപാടോ താനി ചെയ്യുന്നത്. വേണ്ട, അങ്ങനെയൊന്നും പറയരുത്. മനുഷ്യനല്ലേ, തെറ്റാർക്കാ പറ്റാത്തത്. ഇവൻ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? കണ്ണി കണ്ടവരോടൊക്കെ കാശ് കടം മേടിക്കുക, കള്ളും കുടിച്ച് കവലയിൽ ചെന്ന് തല്ലുണ്ടാക്കുക, ഒടുവിൽ പോലീസ് പിടിക്കുക. നമുക്കൊരു അന്തസ്സും അഭിമാനമൊക്കെ ഇല്ലേ? എന്നെ പൊക്കി പറയാൻ ധരിക്കരുത്. ഇന്നേ വരെ എന്നെ കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പേരുദോഷം അച്ഛനോ ഈ തറവാടനുണ്ടായിട്ടുണ്ടോ? ബാറിന്റെ മുമ്പ് കൂടെ പോലും ഇതുവരെ ഞാൻ പോയിട്ടില്ല. അച്ഛമ്മളോട് ചോദിച്ചോക്ക്. അതെ അച്ഛാ, ബാർ എന്താണെന്ന് പോലും ഈ സുന്ദരേട്ടന് അറിയില്ല. ഇന്നലത്തെ സംഭവം അറിഞ്ഞതിന് ശേഷം ഞാനും സുന്ദരേട്ടനും ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അവസാനം ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. നീ പറ. നിങ്ങൾ പറ. നീ പറ. എന്താന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് പറയേ. അല്ല, രാജിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. വേണമെന്ന് വെച്ചാൽ നല്ല ആലോചനകൾ ഇനിയും വരാം. പിന്നെ കുട്ടികളുടെ കാര്യം, ഞങ്ങൾക്ക് ഏതായാലും മക്കളില്ല. അവരെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട. എന്താ ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമില്ല, നമുക്കൊരു ഡൈവേഴ്സിന് ശ്രമിച്ചാലോ? എന്താ? അല്ല, വിവാഹമോചനം. നിർത്തടാ. അവന്റെ സമയദോഷം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കരുതി എനിക്ക് നീയും അവനും ഒക്കെ ഒരുപോലെയാ. കൂട്ടത്തിൽ ഒരുത്തിനൊരു വീഴ്ച പറ്റിയ അവനെ അങ്ങ് ഉപേക്ഷിക്കുക. ഇതാണോ ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടുപിടിച്ച പോംവഴി? അല്ല, ഇടയ്ക്കിടയ്ക്ക് അവൻ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അച്ഛൻ അത് തീർക്കാൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോ എനിക്കിതൊന്നും വലിയ കഷ്ടപ്പാടായി തോന്നിയിട്ടില്ല. ഇനി ആണെങ്കിൽ തന്നെ നിങ്ങൾക്കെന്താ കുഴപ്പം? മേലിൽ ഇത്തരം സംസാരങ്ങൾ ഇവിടെ പാടില്ല, മനസ്സിലായില്ലേ? മഗരി ഗരി സദ ദിവാകരൻ,
അകത്തുണ്ട്. എന്താ എന്താ നീ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നേ? അത് ഒന്നുമില്ല. രാവും പകലും ഈ മുറിക്കകത്ത് തന്നെ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങരുതോ? കുടിയും വലിയൊന്നും വേണ്ടെന്നല്ല അച്ഛൻ പറഞ്ഞത്. പക്ഷെ എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം. ഒരു കുടുംബം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോണമെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടായേ പറ്റൂ. നിന്നെ കുറ്റപ്പെടുത്തുക എന്ന് തോന്നരുത്. എത്ര നാളായി അവൾ ഈ കണ്ണീരും പ്രാർത്ഥനയായി കഴിയുന്നു. നാളെ നിന്റെ വീടിന്റെ പാലുകാച്ചല്ലേ? ഒക്കെ നോക്കി നടത്തേണ്ട നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? സൂര്യനെ കൊണ്ടെല്ലാം ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. നീ അവിടെ ചെല്ലണം, കാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കി നടത്തണം. എല്ലാം നല്ലതിനാണെന്ന് മാത്രം വിചാരിക്കുക. അച്ഛാ, ഇത്രയൊക്കെ അപമാനപ്പെടുത്തിയിട്ടും വേദനിപ്പിച്ചിട്ടും എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ അച്ഛന് ഒന്നും മനഃപൂർവ്വമല്ലല്ലോ, സമയദോഷം കൊണ്ട് സംഭവിച്ചു പോന്നതല്ലേ. നന്നാവൂടോ. ആരും വിഷമിക്കുന്നത് അച്ഛൻ ഇഷ്ടമല്ല. എല്ലാം ശരിയാവും. അയ്യയ്യേ, ഇതെന്താ ഒരുമാതിരി ചത്ത വീട് പോലെ ഇരിക്കുന്നത്? നമ്പീശേട്ടൻ അവിടെ? അച്ഛനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മോന്തക്കിട്ടൊന്ന് കൊടുക്കേണ്ടി വരും. അച്ഛാ, നമ്പീശേട്ടൻ എവിടെ പോയി കിടക്കും? അതെ, ഷുഗറിന്റെ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. ഒഴിച്ചിട്ട് അങ്ങ് തീരുന്നില്ല. എങ്കിൽ പിന്നെ ഇത് ഒഴിച്ച ഇപ്പൊ തീർന്നു കിട്ടും. ആ നമ്പറൊക്കെ ഇനി പോരട്ടെ. ആ വരട്ടെ. പെണ്ണാള് പാടത്തിറങ്ങുമ്പോ മാലവർക്കൊക്കെയും സന്തോഷം. പാടത്തു വന്നൊന്ന് കണ്ണുനിർത്തി മോഹമായേ കയ്യിൽ ചെലനി വാങ്ങണ്ട കല്ലിപ്പണ്ണേ. ചെല വാങ്ങിച്ചില്ലേ മാറിന്റെ പെണ്ണാള് പാടത്തിറങ്ങണ്ട കയ്യാള്. എന്താ നിർത്തിക്കളഞ്ഞേ? സൂര്യേട്ടൻ അല്ല, അച്ഛൻ അതൊന്ന് കിടന്നിട്ട് ഡാൻസ് ചെയ്ത് ഇവിടെ കിടന്ന്. ഇന്നത്തെ ദിവസം അല്ലാതെ പിന്നെ എന്നാടോ സന്തോഷിക്കുന്നേ? പെണ്ണാള് പാടത്തിറങ്ങുമ്പോ മാലവർക്കൊക്കെയും സന്തോഷം. പാടത്തു വന്നു കണ്ണുനിർക്കുമ്പോ കോലത്തെ തമ്പുരാന്റെ മോഹമായേ. നിന്നെയും മക്കളെയും വേദനിപ്പിക്കാനല്ലാതെ ഒന്ന് സ്നേഹിക്കാനോ സന്തോഷിപ്പിക്കാനോ ഇന്നേ വരെ കഴിഞ്ഞിട്ടുണ്ടോ എനിക്ക്? അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. കള്ളും കുടിച്ച് ദൂർത്തടിച്ച് ഉള്ളതെല്ലാം നശിപ്പിച്ചിട്ടും നിങ്ങൾക്കൊക്കെ എന്നെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു? എല്ലാം എന്റെ സമയദോഷായിട്ടെ ഞാൻ കരുതി. കുട്ടികളല്ലേ, അവർക്കെന്തറിയാം? മോള് പോയി കളിച്ചോ. നീ വിഷമിക്കണ്ട, രാവിലെ തന്നെ തട്ടാൻ്റെ അടുത്തുകൊണ്ട് പോയി വിളക്കിച്ചോണ്ടുവന്നാ പോരെ. സരസ്വതി, ഇവിടെ ഞാൻ തരില്ല. അതാർക്കും ഇവിടെ ഒന്ന് പറഞ്ഞ എനിക്കറിയാം. തണുത്തത് എന്തുകൊണ്ടാ? തണുത്ത ചായ ഉണ്ട്, എടുക്കട്ടെ? ചൂടാവല്ലടാ. ബാവട്ടെ കൈയെടുക്ക്. ശരീരത്തിൽ തൊട്ടുള്ള കളി വേണ്ട. ഒന്നാമത് ചൊവ്വാദോഷമാണ്, അതിന്റെ കൂടെ പേദോഷം കൂടി ഉണ്ടാക്കരുത്. കൈയെടുക്ക സത്തെ. പെണ്ണുങ്ങൾ നോക്കിക്കണില്ലെങ്കിൽ മുണ്ടിയാൻ പൊക്കിയേനെ. നീ കോപ്പ് വെക്കും. പഴം ഞാൻ ഉണ്ടാക്കി കുത്തിക്കയറ്റും. വരുന്നു. നമസ്കാരം. പഴം പോയേനെ. ദിവാരൻ എന്തിയേ? ഇതൊന്ന് നേരിട്ട് കൊടുക്കാനാ. മോളെ, ദിവാരനെയും വിളിക്കേ. ഇപ്പൊ വരും, പുറത്തു വരിക്കാം. എന്തിന്? താലിമാല വിളക്ക്. ഈ സമയത്താണോ ഇതൊക്കെ? അവരിവിടെ നിൽക്കേണ്ടതല്ലേ? ആ, ചെല്ല് ചെല്ല് ചെല്ല്. താൻ ഭാഗ്യം ചെയ്തവനാടോ ദിവാകര. ദൈവത്തെ പോലെ ഒരാളെയല്ലേ തനിക്ക് അമ്മായിച്ചനായി കിട്ടിയത്.
ഇനിയെങ്കിലും വലിയും കൂടിയൊക്കെ നിർത്തി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. ഒക്കെ നിർത്തി വാസുട്ടാ, എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണം. ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോയാലോന്ന് ആലോചിക്കുക. അതാടോ നല്ലത്. ഇവിടെ നിന്നാൽ നശിച്ചു പോവുള്ളൂ. കൂട്ടുകൂടി കുടിപ്പിക്കാനൊക്കെ എപ്പോഴും ആളുണ്ടാവും. ഇതിരിക്കട്ടെ. ആ പിന്നെ അത് കയ്യിൽ വെച്ചേക്ക്. അല്ല, ഒരു സന്തോഷത്തിന്. അവിടെ ഇരിക്കട്ടോ. അല്ല ഇഷ്ടാ, വീട്ടു താമസത്തിന് ഞാൻ വരണ്ടേ? എന്റെ വാസുട്ടാ, ഞാനായിട്ട് ആരെയും വിളിച്ചിട്ടില്ല, അറിയാലോ. ഞാൻ വെറുതെ പറഞ്ഞതാടോ, നീ വിഷമിക്കണ്ട. മാഷ് എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ എത്തിക്കോളാം. എന്നാ ശരി. ഉച്ചക്കുമ്പം എത്താട്ടോ. ആ ദിവാകര, നീ കുടിയൊക്കെ നിർത്തി ഇപ്പൊ വീട്ടിൽ തന്നെ അങ്ങ് ഒതുങ്ങി കൂടിയില്ലേ? ഗൃഹപ്രവേശം എന്നൊക്കെ കേട്ടല്ലോ, നമ്മളിന്ന് ക്ഷണിക്കുന്നില്ലേ? പെട്ടെന്നായിരുന്നു, പലരെയും വിളിക്കാൻ കഴിച്ചിട്ടില്ല. ഉച്ചയാവുമ്പോഴേക്കും നിങ്ങൾ വരണം, ഭക്ഷണം അവിടെ നിന്നാക്കാം. സദ്യ ഒക്കെ നീ ഉണ്ടോ? നിന്റെ കാശിന്റെ കാര്യം എന്തായി? അത് ഞാൻ ഉടനെ തരാം. ഇനി എന്നാടാ വാങ്ങിട്ട് എത്രയെന്ന നിന്റെ വിചാരം? വാക്കിന് സ്ഥിരതയില്ലാത്ത നായേ. ആ ഇപ്പൊ കയ്യിലുള്ള എന്താ ചെങ്ങിട്ട് എടുക്ക്. അത് ശരി, കയ്യിൽ വെച്ചിട്ട് നാട്ടുകാരെ പഠിച്ച കാശും കൊണ്ടോ വീടും മാറിയിട്ട് നടക്കണം. ഇങ്ങോട്ട് തരാല്ലോ. എങ്ങോട്ട് പോയാലും വിടില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കാണുമോ? സൂര്യൻ വിളിച്ചിരുന്നു, ഇപ്പൊ എത്തും. ആ സൂര്യനുണ്ടല്ലോ, അവളെടുത്ത് ഇങ്ങനെ കരയണ്ടെന്ന് പറ. ഇങ്ങനെ കരഞ്ഞ അങ്ങനെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചില്ലേ? അറിയിക്കണം. അവനിങ്ങ എത്തിയ അധികം നേരം കിടത്തണ്ട. ഈശ്വര, മോളെ സൂര്യ, അയ്യോ
ഈശ്വര എന്താ അച്ഛൻ സൂര്യ സൂര്യ ഈശ്വര ഈശ്വര